ആന്റി, എങ്ങനെയുണ്ട് ഇപ്പൊ? അമ്മ പാമ്പിനെ കണ്ട് പേടിച്ചു അങ്കിള്. പേടിക്കണ്ട കേട്ടോ, അമ്മയ്ക്കൊന്നുമില്ല. ദൈവസന്നിധി നിൽക്കുമ്പോൾ പോലും ദൈവത്തെ മറന്ന് പ്രവർത്തിച്ച അതിന്റെ ശിക്ഷ കിട്ടാതിരിക്കില്ലല്ലോ. ഈ കുഞ്ഞിനെയും കൂടി ഇവൾ എന്തിനിങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഈശ്വര? ഡോക്ടർ എന്ത് പറഞ്ഞു മൂർത്തി? പേടിക്കാനൊന്നുമില്ല. സർപ്പക്കളത്തിൽ വെച്ച് പാമ്പിനെ കണ്ടപ്പോ ഉണ്ടായ ഒരു ഷോക്ക്, അത്രേ ഉള്ളൂ. ഓ, എന്താ അവന്തിക ഇത്? താൻ ഇത്രയും പേടിയുള്ള കൂട്ടത്തിലായിരുന്നോ? വലിയ ധൈര്യശാലിയാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചിരുന്നത്. എനിക്കറിയില്ല സമൃദ്ധേ. സത്യത്തിൽ അവിടെ വച്ച് എനിക്ക് എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കണ്ണടച്ചാൽ കൺമുന്നിൽ പാമ്പും ഭയവും മാത്രം. തെറ്റുകൾ ചെയ്തവരല്ലേ അവന്തിക പേടിക്കണ്ടേ? അവന്തിക എന്തിനാ പേടിക്കുന്നേ? ഇനി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? കുറച്ച് കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും. അവന്തികയുടെ ഉള്ളില് കള്ളമൊന്നും ഇല്ലല്ലോ. ആർക്കും ഒരു ദ്രോഹം ആഗ്രഹിച്ചിട്ടുള്ള ആളല്ലല്ലോ അവന്തിക. പാവം ചിപ്പിമോളുടെ കാര്യം കഷ്ടം. സർപ്പദൈവങ്ങൾ സത്യത്തിന് നീതിക്കൊപ്പം നിൽക്കുന്നവരാ. അറിയില്ലേ, പണ്ട് കടലിനടിയിൽ കൊട്ടാരം ഉണ്ടാക്കി താമസിച്ചിട്ടും ഒരു രാജാവിനെ സർപ്പം കൊത്തിക്കൊന്ന കഥ. അയ്യോ, പേടിക്കണ്ട. മനസ്സില് നല്ല കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർപ്പദൈവങ്ങളോട് ആത്മാർത്ഥമായിട്ട് ക്ഷമ പറഞ്ഞാൽ മതി. അവര് പുറത്തോളും. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ, ആന്റി പോയിട്ട് വരാം. പേടിക്കണ്ട കേട്ടോ. എന്തുണ്ടെങ്കിലും എപ്പോ വേണമെങ്കിലും മോൾ ആന്റിയെ വിളിച്ചാൽ മതി. ശരി എന്നാ. അവന്തികെ, നിനക്കെതിരെ നാഗദൈവങ്ങൾ പോലും പത്തി വിടർത്തി ആടിത്തുടങ്ങി. തെറ്റ് തിരുത്തി നീ മാപ്പ് പറഞ്ഞു. പക്ഷേ നാഗദൈവങ്ങൾ നിന്നോട് ക്ഷമിച്ചാലും ഞാൻ നിന്നോട് ഈ ജന്മം ക്ഷമിക്കില്ല. നിന്റെ സർവനാശം കണ്ടിട്ട് മാത്രമേ ഞാൻ എൻ്റെ സച്ചിയേട്ടൻ്റെ അടുത്തേക്ക് പോവൂ. അമ്മ